എന്തെങ്കിലും ഒന്ന് സംസാരിക്കാമെന്ന് വെച്ചാ ആ റാസ്കൽസ് സമ്മതിക്കൂല. പെട്ടിയും തൂക്കി അങ്ങ് പുറകെ നടക്കൂല. കൊതിക്കരുവാ. ഞാൻ മറ്റേ ട്രൂപ്പിൽ നിന്ന് മാറി ഇങ്ങോട്ട് പോന്നത് തന്നെ നിന്നെ ഓർത്തിട്ട. എസ് ജാനകി ഇല്ലേ, എസ് ജാനകി പോലും നിന്റെ പാട്ടിനൊപ്പം എത്തില്ല. അതൊക്കെ വെറുതെ പറയാ. എനിക്ക് യേശുദാസിന്റെ പാട്ടിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഈ പാട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ. പ്രോഗ്രാം കഴിഞ്ഞ് ഒരു ബന്ധു വീട്ടിൽ പോകാനുണ്ടെന്നും പറഞ്ഞ് നമുക്ക് വലിയ അടുത്ത ദിവസം നമുക്ക് രണ്ടുപേരും കൂടി ഇങ്ങോട്ട് പോരാം. അത് വേണോ? എന്നാ വിശ്വാസമില്ലേ? കന്യാകുമാരിയെല്ലാം കാണിക്കാം. ഞാനല്ലേ പറയുന്നത്. അവിടുത്തെ അത്തവനം കണ്ടിട്ടുണ്ടോ? അത്തവനം ഇല്ല. അയ്യോ, അത്തവനം കണ്ടിട്ടില്ലേ? എന്ത് രസമാണെന്നോ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് വന്നു ഇരിക്കണം സാറേ. അത് ഊതി നാറ്റും. ഇരിക്കണം സാറേ. ഞാൻ സ്വാഗതം പറയാണ്. അപ്പോ അതിന് നമ്മുടെ നാട്ടിൽ കൂടെ വയാ ഇതിലെ ഒരു ബാസ്റ്റ് വീഴാനുണ്ടായ. ബാസ്റ്റ് വീണോ? ജനങ്ങളെ, അമ്മമാരെ, പെങ്ങന്മാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ അക്ഷമരായി ശ്രദ്ധയായി പ്രസംഗം കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതായത് അല്ല, എന്റെ പ്രസംഗം കഴിഞ്ഞിട്ടാ പ്രസിഡന്റ് പ്രസംഗം. ഞാൻ പറയട്ടെ, സ്വാഗതം പറയുന്നതിന് മുമ്പാണ് നിങ്ങൾ മീറ്റിംഗ് നടത്തിക്കോ, ഞങ്ങളോട് പോവാ. അയ്യോ, അത് പറ്റില്ല. എന്റെ പ്രസംഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾ കേൾക്കേണ്ട കാര്യങ്ങളായി പറയുന്നത്. കൃതജ്ഞതയും ജനഗണമനയും കഴിഞ്ഞേ പോകാം. പിന്നെ എന്റെ പ്രസംഗം 1.5 മണിക്കൂർ കൂടി എടുക്കത്തില്ല. അയ്യോ, അത് പറ്റില്ല. ഇപ്പൊ തന്നെ വളരെ നമുക്ക് വായിക്കാം. അല്ല, അങ്ങനെ പോരുത്. ഞങ്ങൾ പറഞ്ഞോട്ടെ, ഉദ്ഘാടനം ചെയ്യേണ്ട കമ്മിറ്റിയുടെ തീരുമാനമാണ്. സാറന്മാരെ പറഞ്ഞ് എന്നെ കൂടെ അയ്യോ, എന്റെ മോൻ ആശുപത്രി കിടക്കുകയാണ്. എന്നൊന്ന് കേട്ടാൻ പറ മോനെ. എന്റെ മോൻ ആശുപത്രി കിടക്കാണ് മോനെ. എന്റെ മോൻ ആശുപത്രി കിടക്കാണ്. ഞാൻ ഡാക്ടറെ കാണാൻ പോവാണ്. എങ്ങനെയെങ്കിലും വരാൻ നോക്കണേ. നോക്കട്ടെ. നിങ്ങൾ ശല്യമുണ്ടാക്കരുത്. സ്വീകരണ കമ്മിറ്റി സെക്രട്ടറിയും പ്രസിഡന്റും ഈ സ്ഥലത്തു നിന്ന് ആദ്യമായി ടിക്കറ്റ് എടുത്ത് ഈ യാത്ര ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഞങ്ങൾ ഈ ബസ് വരുന്നുണ്ട്. കമ്മിറ്റി തീരുമാനമാണ്. ഞാൻ പറഞ്ഞില്ല. ഇനി പറയാത്ത വെയിറ്റിംഗ് ഷെഡ് തറക്കലെടുക്കും പറയാം. സംഭാവന എല്ലാ നാട്ടുകാർക്കും നന്ദി, സ്വാഗതം. ഞാൻ പിന്നെ പറഞ്ഞോളാം. വന്നിട്ട് തരാടൂ. വന്ന് സാറേ, അയ്യോ, എന്റെ മോൻ ആശുപത്രി കിടക്കുകയാണ്. നിങ്ങളൊന്ന് ഉത്സാഹിച്ചാൽ നമ്മുടെ പ്രസിഡന്റിനെ കൂടെ നിർത്താം. ഒന്ന് കുറച്ച് തള്ളിയിരുന്നോട്ടെ. പ്രസിഡന്റ് കൂടെ ഇരുന്നോട്ടെ. ഇത് 3 പേരുടെ സീറ്റാ. 3 ആളും ഉണ്ട്. എന്നാലും ഒരു മനുഷ്യപ്പറ്റൊക്കെ വേണ്ടേ? മുമ്പോട്ടും പുറകോട്ടുമായിട്ടിരുന്ന ഒരാൾ കുട്ടിക്കാമല്ലോ. അത്ര പ്രയാസപ്പെട്ടിരിക്കണ്ട. മറ്റുള്ളവരെ പോലെ അവിടെ നിന്നാട്ടെ. മുന്നോട്ട് നീങ്ങന്നെ. നിങ്ങളോടല്ലേ പറഞ്ഞേ? നിങ്ങൾ കാരണം തള്ളാതെ മുമ്പോട്ട് കയറി നിൽക്കേ. നിങ്ങൾക്ക് മുന്നോട്ട് കയറി എന്താ? മുൻവശവും തിരുവനന്തപുരത്തിനാ. അതൊരു പുതിയ അറിവാ. ആരെങ്കിലും ടിക്കറ്റ് എടുക്കാനുണ്ടെന്ന് പറഞ്ഞേക്കണേ. ഇത് വലിയ ശല്യം.
സെക്രട്ടറി എന്നെ ഒന്ന് ഇരുത്താൻ പറ. കണ്ടക്ടർ സാറേ, നമ്മുടെ പ്രസിഡന്റിനെ ഒന്ന് ഇരുത്തണമല്ലോ. എനിക്ക് ആരോടെങ്കിലും എഴുന്നേറ്റ് കൊടുക്കാൻ പറയാൻ പറ്റുമോ? സാറിന്റെ സീറ്റിലിരുത്ത്. ആ ആലുവ ഒരു ആലപ്പുഴ വരെ ഞാൻ നിൽക്കുകയായിരുന്നു. കണ്ടക്ടർ സാറിനെ ഏൽപ്പിച്ചിട്ട് എനിക്കിരിക്കണ്ട. ഓ, എന്ത് നല്ല മനസ്സ്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വനിതാ മെമ്പറേയും കൂട്ടി MLA പിടിച്ചു മന്ത്രിയെ കൊണ്ട് നമ്മൾ ബാത്തിടിച്ചോട്ട് എന്താ ഫലം? നമ്മൾ ബസ്സിടിച്ചതേ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനം. ജനസേവകന്മാരായ നമ്മളോടൊരു സ്നേഹം, നന്ദി ഇതിനകത്തിരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടോ? നമ്മൾ ഭാഷനെ സ്വീകരിക്കുന്ന എല്ലാരും കണ്ടതാണേ. എന്നിട്ട് നമ്മളോടൊന്ന് ഇരിക്കണോ എന്ന് ആരെങ്കിലും ചോദിച്ചോ? നമ്മുടെ മൂക്കീന്ന് കയറിയൊരു പോലും. മൂക്കീന്ന് കയറിയോ? മൂക്കീന്നല്ല, മുക്കീന്ന്, എരിവ് മുക്കീന്ന് കയറിയൊരു ജനതാ ജംഗ്ഷനിൽ കയറിയൊരു പോലും ഓടിക്കയറി നിരുന്നതല്ലാതെ നമ്മുടെ പ്രസിഡന്റിലേക്ക് നിർത്തിയോ? നമ്മൾ ഈ ബാസ് തിരിച്ചതുകൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടായത് നമ്മുടെ ബുക്കുകാർക്കാണേ. ഇരിക്കണമെന്ന നിർബന്ധമാണെങ്കിൽ ഞാൻ അല്പസമയം നിൽക്കാം. സാറ് എഴുന്നേൽക്കല്ലേ? വയസ്സായ സാറിനെ നിർത്തിയിട്ട് യവന്മാരിരിക്കണ്ട. സാറിനെ എഴുന്നേൽപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പ്ലീസ് ഇരാം സാർ. സാർ ഇരിക്കണം സാർ. കണ്ടോ, നമ്മളെ ബഹുമാനിക്കുന്ന നാമനിഷ്ഠ തോന്നി. നമ്മുടെ മുക്കുകാർക്കാണ് പ്രധാന തടസ്സം. നിങ്ങളോട് ബഹുമാനം ഒട്ടുമില്ല. നിങ്ങളുടെ സ്വീകരണവും ബസ്സിനകത്തെ പെരുമാറ്റവും സംസാരവും എല്ലാം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഏർപ്പാടാണെന്നും അറിയാം. ആരാ ടിക്കറ്റ് എടുക്കാവുന്നത്? എനിക്ക് ജോലി ഉണ്ടാക്കി വെക്കരുത്. ടിക്കറ്റ് എടുക്കാൻ എഴുതണം. ആരും ടിക്കറ്റ് എടുക്കാണ്ടല്ലോ. എന്റെ ബാറ്റ മാറണ്ട. എവന് ഞാനും ഒന്നും മിണ്ടാതില്ലടാ. എന്റെ 2 രൂപ സാറേ. ബസ് ഓടുമ്പോ ടിക്കറ്റ് ചെക്ക് ചെയ്തുകൂടെ? പറ്റില്ല. ടിക്കറ്റ് ചെക്ക് ചെയ്തേ വേണ്ടി വരുന്നുള്ളൂ. 5 ടിക്കറ്റ് ഞാൻ പിന്നെ ഞങ്ങളുണ്ട്. അതെ, നിങ്ങൾ അഡ്വൈസ്ഡ് ബോർഡ് മെമ്പർ അല്ലേ? വണ്ടി വിട്ടിട്ട് ചെക്ക് ചെയ്യാൻ പറയണം. ഇവരെ ഉപദേശിക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. അടുത്ത കമ്മിറ്റിയിൽ പറയാം. ഏതായാലും ഞാൻ അതിനെക്കുറിച്ച് എഴുതുന്നുണ്ട്. സാർ, ബസ് വിട്ടിട്ട് ടിക്കറ്റ് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ സന്ധ്യയ്ക്ക് മുമ്പെങ്കിലും വീട്ടിലെത്താമായിരുന്നു. പറ്റില്ല. വീടുമ്പോ വിടട്ടേന്ന് അല്ലേ? ആ ടിക്കറ്റ് കാണിച്ചേ. എന്തിനാ അപ്പനെ കൂട്ടി തിരുവനന്തപുരത്ത് പോകുന്നത്? ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഇങ്ങോട്ട് കാണിച്ചേ. റേഡിയോ സ്റ്റേഷനിൽ. അടുത്താള്. നിങ്ങളും ഇന്റർവ്യൂവിന് പോവാണോ? എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞതാ. സ്വല്പം ആശ്വാസം കിട്ടിയില്ലേ? ഇനി നേരെ ഇരുന്നൂടെ? എന്റെ പാസ്. എനിക്കറിയാം സാർ, MLA പാസത്തെ. ഇത് നിറയെ ഓസും പാസ്സാണ്. സ്റ്റുഡൻസിനും കൂടെ ഫ്രീ പാസ് കിട്ടാൻ സമരം തുടങ്ങണം. കണ്ടക്ടർ സാറേ, വൈകുന്നേരം 6 മണിക്ക് മുമ്പ് ഈ ബസ് ഒന്ന് തിരുവനന്തപുരത്ത് എത്തിക്കണേ. എനിക്ക് ഇന്ന് തന്നെ ഈ ദുരിതത്തിനെ ഒന്ന് ഒഴിവാക്കണം. വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ പിന്നെ അവനെ ജയിലിൽ എടുക്കത്തില്ല. പിന്നെ നേരം വിളിക്കുന്നേരെ ഞാൻ ഈ ദുരിതവും ചുമന്ന് നടക്കണം. വലിക്കണോ ടിക്കറ്റ്? ഓ, ടിക്കറ്റ്. പ്രസിഡന്റ് ടിക്കറ്റ് കൊടു. ഞാൻ എടുത്തില്ല. സെക്രട്ടറി എടുത്തില്ലേ? ഞാൻ വിചാരിച്ചു പ്രസിഡന്റ് എടുത്ത് കാണുമെന്ന്. ഞാൻ വിചാരിച്ചു സെക്രട്ടറി എടുത്ത് കാണുമെന്ന്. അതെന്ത് പരിപാടി? ഷവേള് ടിക്കറ്റ് എടുക്കാണ്ട് ബസ്സിൽ കയറേ. ഇനിയെങ്കിലും രൂപ കൊടുക്ക്, വണ്ടി കൊടുത്തേ. ഞങ്ങൾ കണ്ടക്ടർ വിളിച്ചു ആരെങ്കിലും ടിക്കറ്റ് 21 രൂപ 50 പൈസ. കാശും കൊടുത്തു തൊലച്ചൂടെ? കലി കയറി എന്ന് എത്ര പേരെ മെനക്കെടുന്നു. ആശം ഒന്ന് മൂന്നില്ലടാ. ഇവന്റെ കേസ് എന്താണ്? ഇവനെ അറിയില്ലേ? ഇവനാണ് പ്രസിദ്ധനായ പോക്കറ്റടിക്കാരൻ അപ്പു. സാറേ, എന്നിങ്ങനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കല്ലേ. 6 മാസം കഴിഞ്ഞ് ജയിലിന് പുറത്തു വന്നാലും എനിക്ക് അന്തസ്സായി ജീവിക്കണോ? ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെയും നീ പോക്കറ്റടിക്കാൻ പോവാണോ? പിന്നല്ലാതെ നിങ്ങൾ എന്നെ ഇലക്ഷൻ നടത്തുക?
എടാ അധ്വാനിക്കണം. എന്താക്കണം? അധ്വാനിക്കണം. ഞങ്ങളെ പോലെ അധ്വാനിച്ച് ജീവിക്കണം. സാറേ, ഉം. എന്റെ ബാക്കി 3 രൂപയല്ലേ? അതിൽ 1 രൂപയ്ക്കല്ലേ സാർ എനിക്ക് ചായ വാങ്ങിച്ചത്? ആ ബാക്കി 2 രൂപ കൂടെ ഒന്ന്. ഇവനൊന്നും നന്നാവത്തില്ല സാർ. എത്ര ഉപദേശിച്ചാലും നന്നാവത്തില്ല. ഞാൻ ഇവൻ എന്തുമാത്രം ഉപദേശിച്ചാണെന്നറിയാമോ? അല്ലെന്താ, ഇതവന്റെ 21ാമത്തെ കേസാ. സാറേ, സാറേ, എന്താ? തന്നോടല്ലോ സാറേ, എന്റെ ഭാഷക്കാശ് ഒന്നും വാങ്ങിച്ചെന്നാ അധ്വാനിച്ച് പറ്റിക്ക. എല്ലാവർക്കും കേറിയ ഉടനെ തന്നെ എത്തണമെന്നാണ്. എന്നാ പിന്നെ ബാക്കി കയറാതെ വിമാനത്തിൽ പോണം. അതെ, ഇതല്ല കൂത്ത്. ബസ് വെച്ച് പട്ടാപകൽ പെണ്ണുങ്ങളെ കയറി പിടിക്കണ അല്ലേ? ഞാൻ നിങ്ങളെ പിടിക്കുവോ? നിങ്ങൾക്ക് വയസ്സായില്ലേ? അനാവശ്യം പറയല്ലേ? ആക്ക് വയസ്സായി. ബസ്സിൽ കയറിയപ്പം തുടങ്ങിയതാണ് ചില ചൊറിച്ചിലും തോണ്ടലും. ഞാനാണെങ്കിൽ കോവിലിൽ തൊഴാൻ പോവുകയാണ്, അല്ലെങ്കിൽ വേണ്ടില്ലായിരുന്നു. അതെ, പ്രസിഡന്റ് ഇപ്പുറത്ത് നിന്നു, ഞാൻ അവിടെ നിന്നോളാം. എന്തായാലും മാറി, ഞാനിനി ഇവിടെ തന്നെ നിന്നോളാം.